കുഞ്ചൂസ് ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിൻസസ് കട്ട് ബ്ലൗസും അതേപോലെ തന്നെ ലെഗ് ഓഫ് മട്ടൺ സ്ലീവും കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി ബ്ലൗസാണ് നമ്മളിന്ന് സ്റ്റിച്ചിങ് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. പാർട്ടി വെയർ ആയാലും അതേപോലെ തന്നെ ഫംഗ്ഷൻ വെയർ, ട്രഡീഷണൽ വെയർ, അങ്ങനെ നമുക്ക് ഈ 3 സെക്ഷനിലേക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസാണ് നമ്മൾ ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ബ്ലൗസ് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കളർ പാറ്റേണുള്ള സാരീസിനൊക്കെ നല്ലവണ്ണം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ ബ്ലൗസാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഏതൊരു വർക്ക് അറിയാത്തവർക്ക് നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാവുന്ന രീതിയിൽ ഗം ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. ആദ്യം ഞാൻ അതിനായിട്ട് ഇവിടെ പാറ്റേൺ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നോർമലി നമ്മൾ സ്ലീവ് വരയ്ക്കുന്ന മാതിരി സ്ലീവിൻ്റെ ലെങ്ത്ത്, അതേപോലെ തന്നെ ആം ഹോൾ ലൂസ്, അതൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്ലീവ് ലൂസ്, അതായത് ആം ഹോളിൻ്റെ സൈഡിലുള്ള ലൂസ് കറക്റ്റ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ റിങ്കിൾസ് ഒന്നും അധികം വരാണ്ട് കറക്റ്റ് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ പോയിന്റിൽ നിന്നും കൈക്കുടിയുടെ ഭാഗത്തേക്ക് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുകയാണ്. അതിനുശേഷം എത്രയാണോ സ്ലീവ് ലെങ്ത്ത് അതിൻ്റെ മേലേക്ക് ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ എത്രത്തോളം പഫ് പൊന്തി നിൽക്കണമെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കാൻ. ഇപ്പോൾ ഏകദേശം ഇങ്ങനൊരു ഷേപ്പിലായിരിക്കും കിട്ടുക. നമുക്ക് ആ ഒരു പോർഷനിൽ എക്സ്ട്രാ ഒരു 3 ഇഞ്ചിൽ കർവ് ചെയ്തുള്ള ആ ഒരു സർക്കിൾ മൊത്തം നമുക്ക് ഫ്ലീറ്റ് അടിക്കാനുള്ളതാണ്. അതിനുശേഷം ഞാൻ ഓൾറെഡി ബാക്കും അതേപോലെ തന്നെ ഫ്രണ്ടിൻ്റെയും പാറ്റേൺ നമ്മളിവിടെ ഓൾറെഡി കട്ട് ചെയ്തത് നമ്മൾ ഒറിജിനൽ ഫാബ്രിക്കിലേക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിൽ ഫ്രണ്ട് പോർഷനിലും അതേപോലെ തന്നെ ബാക്ക് പോർഷനിലും മാത്രമാണ് ലൈനിങ് വെക്കുന്നത്. സ്ലീവിൽ ലൈനിങ് വെക്കുന്നില്ല. ഓപ്ഷനിലാണ്, നമുക്ക് സ്ലീവിൽ വെക്കണമെങ്കിൽ വെക്കാം. ഇവിടെ ചെറിയൊരു കീ ഹോൾ ഡിസൈനിലാണ് ഞാൻ ബാക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം കീ ഹോൾ, നമുക്കിപ്പോൾ ഒരു മഴത്തുള്ളിയുടെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു കിണ്ണം എടുക്കാം. കിണ്ണം ജസ്റ്റ് അല്ലെങ്കിൽ പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പിഞ്ഞാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു പോർഷനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ആ റൗണ്ട് വർക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഓൾറെഡി പാറ്റേൺ കട്ട് ചെയ്തിരുന്ന സ്ലീവിൻ്റെ നമുക്കത് മാർക്ക് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡ്, അതേപോലെ തന്നെ ബ്ലാക്ക് അല്ലെങ്കിൽ കരിനീല, അതേപോലെ തന്നെ കരിമ്പച്ച, അങ്ങനത്തെ കുറേ കോമൺ കളേഴ്സിലൊക്കെ ഇങ്ങനെ ബ്ലൗസ് മോഡലായിട്ട് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലറായിട്ട് ഡിസൈൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കളർ സാരിക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടൈപ്പ് സാരി, സെറ്റ് സാരി ആയതുകൊണ്ട് തന്നെ ഒരു ഫങ്ഷൻ വെയർ സാരീസിലും ചെയ്ത ഫോട്ടോസ് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പഫിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ 2 ഇഞ്ച് എന്നുള്ളത് 3 ഇഞ്ചോ 4 ഇഞ്ചോ കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് നന്നായിട്ട് പഫ് വരും. ഇപ്പം നമ്മൾ പ്രിൻസസ് ലൈനാണ് അവിടെ മാർക്ക് ചെയ്തത്. ആ ഒരു ഇങ്ങനൊരു പാറ്റേൺ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ബ്ലൗസ് കട്ട് ചെയ്യാൻ പറ്റും. ഈ പാറ്റേൺ കട്ട് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ മുന്നത്തെ ഓരോ വീഡിയോസിലും ഞാൻ കാണിച്ചിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടും അതേപോലെ തന്നെ ബാക്ക് പാർട്ടും വെട്ടിക്കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ബോട്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ബോട്ട് നെക്ക് നന്നായിട്ട് ചെരിക്കാണ്ട് കുറച്ച് ചെറിയൊരു സ്ക്വയറിഷ് ഡിസൈനിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സാരീസൊക്കെ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി നെക്കിൽ ഡിസൈൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കർവിങ്ങിലൂടെയാണ് ഞാൻ ഫ്രണ്ട് നെക്ക് പ്ലാൻ ചെയ്തത്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു മെയിൻ പാർട്ടാണ്. നമ്മൾ ഈ പ്രിൻസസ് കട്ടിൻ്റെ 1 സൈഡ് കട്ട് ചെയ്യുമ്പോൾ ബ്ലൗസിനൊക്കെ ആകുമ്പോൾ സാരി ബ്ലൗസ്, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് സാരി ബ്ലൗസ്, ലെഹങ്ക ബ്ലൗസ് അങ്ങനത്തേനൊക്കെ നമ്മൾ ഗ്രേഡ് ലൈൻ, അതായത് നമ്മൾ തുണി ഇടുമ്പോൾ ചരിച്ചിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ് നല്ല ഷേപ്പിൽ നമുക്ക് ബ്ലൗസ് കിട്ടും. സ്ട്രെയിറ്റ് ആയിട്ട് ഇടുമ്പോൾ അത്ര ഡാട്ടും വരില്ല, അതേപോലെ തന്നെ ഒരു ഫിനിഷിങ്ങിൻ്റെ കുറവുണ്ടാവും. അപ്പം അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പോയിന്റ് നമുക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ഡിഫറൻസ് വരും. കുറേ ആൾക്കാർ ചോദിച്ചിട്ട് ഞാനിങ്ങനെ റിപ്ലൈ കൊടുത്തപ്പോൾ അവരെല്ലാവരും പറഞ്ഞിരുന്നു വളരെയധികം യൂസ്ഫുള്ളായിരുന്നു, കാരണം ഞങ്ങളെല്ലാവരും ലെങ്ത് വൈസാണ് കട്ട് ചെയ്തിരുന്നത്, അപ്പോൾ ഫിനിഷിങ് കുറവായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയും അതേപോലെ തന്നെ ഔട്ട്ലുക്കും വരുന്നുണ്ടായിരുന്നു എന്ന്.
ഞാനിവിടെ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടാണ്. സാധാരണ നമ്മൾ നോർമൽ ബ്ലൗസിൻ്റെ ഒക്കെ നെക്ക് ഫിനിഷ് ചെയ്യണ മാതിരിയാണ് ഇപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ക്രോസ് പീസ് ഇപ്പോൾ 1.5 ഇഞ്ച് കനത്തിൽ ക്രോസ് പീസ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഫുൾ നെക്ക് ഫ്രണ്ട് നെക്ക് മാത്രം റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ ക്യാൻവാസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, ക്യാൻവാസ് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ അധികം സമയമൊന്നും വന്നിട്ടില്ല. വെറും 30 മിനിറ്റാണ് നമുക്ക് വേണ്ടി വന്നത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പക്ഷേ അതിൽ വർക്കിനാണ് കുറച്ച് സമയം എടുത്തത്. പക്ഷേ അത് നമുക്ക് വേഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ 1 hour 2 hour തീർക്കാവുന്നതേ ഉള്ളൂ. മൊത്തം ഒരു 3 മണിക്കൂറിൽ നമുക്ക് ഈ ഒരു ബ്ലൗസ് സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവരും നെക്ക് അടിക്കുമ്പോൾ ഇങ്ങനെ സ്ലാഷ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ സ്ലാഷ് ചെയ്യുമ്പോൾ നെക്കിൻ്റെ കർവിനൊക്കെ നല്ലൊരു ഫിനിഷിങ് ടച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മെയിനായിട്ട് നെക്ക് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കി വരുന്ന തുണി ബാക്ക് വശത്തോട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഇതിലേക്ക് ലൈനിങ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലാ പീസും കട്ട് ചെയ്തതിന് ശേഷം ആ ലൈനിങ് ഫാബ്രിക്കും ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ആകുമ്പോൾ പിന്നെ നമുക്ക് ഗോൾഡൻ സാരീസ് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് അല്ലെങ്കിൽ ഗോൾഡൻ ടച്ച് വരുന്ന സാരീസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോർഡർ പൈപ്പിംഗ് നമുക്ക് ഈ നെക്കിൽ കൊടുക്കാവുന്നതായിരുന്നു. ഇനി നമുക്ക് അടുത്തത് പ്രിൻസസ് ലൈനിൽ കൂടെ നമുക്ക് ആ ഒരു പാനൽ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാനൽ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വശം കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിഗ്നേഴ്സൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു പോയിന്റ് കിട്ടും. എക്സ്പീരിയൻസ്ഡ് ആയുള്ള ആൾക്കാർക്ക് നമുക്ക് വേഗം കൈ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർ ഒന്ന് ജസ്റ്റ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ ലോങ് സ്റ്റിച്ച് ഇട്ട് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. അതൊക്കെ ആകുമ്പോൾ വേഗം നല്ല ഫിനിഷിങ്ങിൽ ടോപ്പ് ടു ഡൗൺ ഈക്വലായിട്ട് കട്ടാവും. കറക്റ്റായിട്ട് നമ്മുടെ ഇവിടെ ഡാട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു ഫിനിഷിങ്ങും അതിൻ്റെ പ്രൊജക്ഷനും ഉണ്ട്. ഇതുപോലെ തന്നെ 2 സൈഡ് നമ്മൾ കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ പോയിന്റ് കറക്റ്റ് ആവണം. നമ്മൾ എത്രയാണോ ബസ്റ്റ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ആ ലെങ്ത്ത് കറക്റ്റ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നെക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് സ്ലീവാണ്, നെക്ക് ലൈനിലും സ്ലീവിലാണ് വർക്ക് വരുന്നത്. ഞാൻ സ്ലീവ് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ മടക്കി തയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 ഇഞ്ചിൻ്റെ പട്ട വെട്ടിയിട്ട് ഫേസിങ് മാരി ചെയ്ത് തുന്നി കൊടുക്കാവുന്നതാണ്. അപ്പോൾ പുറത്തു കൂടെ ഒരു സ്റ്റിച്ച് കാണില്ല. ഇങ്ങനെ മടക്കി തയ്ച്ചാലും കുഴപ്പമില്ല, കാരണം അവിടെ വർക്ക് വരുന്ന കാരണം ഈ ഒരു സ്റ്റിച്ച് അങ്ങനെ നോട്ട് ചെയ്യില്ല ആരും. ഇനി ഞാൻ പറഞ്ഞില്ല, വളരെ സിമ്പിളാണ്. ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗം ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഓരോ റൗണ്ട് സ്റ്റോൺസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിനുശേഷം വളരെ മൈനറായിട്ടുള്ള ഗോൾഡൻ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഞാൻ ഫാബ്രിക് ഗ്ലൂ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തം ഉപയോഗിച്ചൊന്ന് പോയിന്റ് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ് ഞാൻ പറഞ്ഞു ടെമ്പിൾ ഡിസൈനാണ്. അതിനായിട്ട് ഞാൻ ഏകദേശം സ്ലീവിൻ്റെ ഡിസൈൻ എത്ര ലെങ്ത്ത് വേണമെന്നൊന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം സ്ലീവിൻ്റെ വിഡ്ത്ത് എന്തോരം വേണം, ഒറ്റ ടെമ്പിളാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ 1 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം ഒരു ട്രയാങ്കിൾ എടുത്തതിന് ശേഷം ട്രയാങ്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊരു ഫിനിഷിങ് കിട്ടും. പാറ്റേൺ വരയ്ക്കാണ്ട് ഇങ്ങനെ ട്രയാങ്കിളിൽ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിഫിക്കൽട്ടായിരിക്കും. ചിലപ്പോൾ ആ ട്രയാങ്കിൾ ചെരിഞ്ഞ് പോകാനും അതേപോലെ തന്നെ നമുക്ക് ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയാനും അല്ലെങ്കിൽ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു പാറ്റേൺ വെച്ചിട്ട് ടെമ്പിൾ ഡിസൈൻ ചെയ്യുമ്പോൾ നന്നായിട്ടിരിക്കും. നമുക്കിതിപ്പോൾ സ്റ്റോണിൽ ചെയ്തു, അതേപോലെ തന്നെ നമുക്ക് ബീഡ്സിൽ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക് മാത്രം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാലും വേറൊരു ഔട്ട്ലുക്കാണ് നമുക്ക്. ഞാനിവിടെ ഇതിലും മാർക്ക് ചെയ്ത മാതിരി 1 cm വിട്ടിട്ട് മൊത്തം മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനൊരു പാറ്റേൺ നമുക്ക് വേറെ മോഡലിലും കട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഞാൻ സിംഗിൾ ടെമ്പിളാണ് കട്ട് ചെയ്ത്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ലെയറിലായിട്ട് ടെമ്പിൾ കട്ട് ചെയ്യാം. ഇങ്ങനെ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് ചെയ്യണല്ലോ. ഇനി ഫ്രീ ഹാൻഡായിട്ട് ഗം ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്കത് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു 2 ലൈൻ തമ്മിൽ സ്കെയിൽ ഉപയോഗിച്ച് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അത് ഞാൻ വലിയ സ്റ്റോൺ, ഞാൻ പറഞ്ഞ കുറച്ചുകൂടി വലുപ്പമുള്ള
സ്റ്റോൺ, അതായത് റൗണ്ട്, ഇത് ഓൾറെഡി ഫ്രെയിംഡ് ആയിട്ടുള്ള സ്റ്റോണാണ് ഞാൻ ഒട്ടിക്കുന്നത്. കുറച്ചുകൂടി നല്ല എഡ്ജ് പോർഷനിൽ നല്ല വലുപ്പത്തിലുള്ള ഒരു സ്റ്റോണും അതേപോലെ തന്നെ ബാക്കി വളരെ കനം കുറഞ്ഞ നേരോ ആയിട്ടുള്ള സ്റ്റോണാണ് ഞാൻ ഒട്ടിച്ച് പോകുന്നത്. ഞാൻ ഈ ചെയ്യുന്ന പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്. ഈ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും സംശയമുണ്ട്, പെൻസിലിൻ്റെ മൊന അവിടെ തട്ടില്ലേ, മഷിയാവില്ലേന്ന്. ആദ്യമേ പെൻസിലുമ്പോൾ കുറച്ച് ഗമ്മ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെഡിൻ്റെ പോർഷൻ കവറാവും. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ആ ബ്ലൗസിൽ ഡാട്ട്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടും. ബാക്ക് സൈഡിലായാലും അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഓൾറെഡി നമുക്ക് ബ്ലൗസിൻ്റെ ഡാട്ട് ഉണ്ട്. ബാക്ക് സൈഡിലൊരു 1/2 ഇഞ്ച് ഡാട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഓൾറെഡി നമ്മൾ ലൈനിങ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്നതാണ്. ഞാൻ ലൈനിങ് എന്ത് ചെയ്തു, ആ കർവ് ഷേപ്പിൽ വെച്ചിട്ട് തയ്ച്ചതിന് ശേഷം മറയ്ക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് അതേ മോഡലിൽ തന്നെ നമ്മൾ 1.5 ഇഞ്ചിൻ്റെ ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് അടിച്ചതിന് ശേഷം സ്ലാഷ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനെ നമുക്കിപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് നെയിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് നേരെ ഉൾട്ടായി പിടിച്ചിട്ട് മെഷീൻ ജസ്റ്റ് ഒരു എഡ്ജ് പോർഷനിൽ ഉറച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഫ്ലീറ്റ്സ് അല്ലെങ്കിൽ ചെറിയ നമ്മൾ ചുളുക്കൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, സ്ലീവ് വരച്ചിട്ട് 2.5 ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ട് നമ്മളൊരു കർവ് വരച്ചിരുന്നു. ആ ഒരു കർവ് മൊത്തം നമ്മൾ എത്രത്തോളം ഫ്ലീറ്റ് ഇടുന്നോ അതിനനുസരിച്ചിട്ട് നല്ല ഫിനിഷിങ് കിട്ടും. നല്ല കുഞ്ഞാക്കിയിട്ട് ഫ്ലീറ്റ് ഇടാൻ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും. ഇടുമ്പോൾ നമ്മൾ 2 സൈഡിലും ഓരോ സൈഡിൽ ഇടാണ്ട് നമ്മൾ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഇടണം. കാരണം രണ്ടും ഏകദേശം ഓരോ മോഡലിലിരിക്കണം. കാരണം ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അറ്റം വരെ അവസാനിച്ച് പോകാണ്ട് രണ്ടും കണ്ട ഇങ്ങനെ ഫിനിഷിങ്ങിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സെൻറ്റർ പോയിന്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഫിനിഷിങ്ങിൽ കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് സ്ലീവിൻ്റെ വർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 1.5 ഇഞ്ചിൻ്റെ ഒരു ഫേസിങ് പീസ് എടുത്തതിന് ശേഷം നമ്മൾ ബ്ലൗസിൻ്റെ ബാക്കിൽ പട്ടി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഫേസിങ് അതേപോലെ തന്നെ ബൈൻഡിങ്ങും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ ഫേസിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇവിടെ തുന്നി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളിവിടെ ബൈൻഡിങ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബൈൻഡിങ് നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺ ഹോള് നമുക്ക് ഇതിൻ്റെ ഒപ്പം സ്റ്റിച്ച് ചെയ്തിടാം. പക്ഷേ നമ്മളിവിടെ ബട്ടൺ ഹോള് സ്റ്റിച്ച് ചെയ്തിടുന്നില്ല. നമ്മൾ ഓൾറെഡി കൈകൊണ്ട് തുന്നുന്ന മോഡലാണ് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ തുന്നുന്നത് എല്ലാവർക്കും അറിയാമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ അതേമാതിരിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി അടുത്ത് ഫേസിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫേസിങ് അടിക്കാൻ എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി നെക്ക് ചെയ്ത മോഡലാണ് ഫേസിങ്ങിൻ്റെ ഏകദേശം പാറ്റേൺ വരുന്നത്. കൈ കൊണ്ടൊന്നും ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ, ഒരു അയൺ ചെയ്തൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കൈ കൊണ്ട് നെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. ഈ ഫേസിങ് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പ് സൈഡിൽ ഓൾറെഡി നെക്ക് സ്റ്റിച്ച് ചെയ്തുള്ള കാരണം അത് ഫോൾഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും. ഇനി നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം ഒന്ന് ഹെം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല വശത്ത് ആ സ്റ്റിച്ച് കാണില്ല. നമുക്കിനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ബോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാം. ഞാനൊരു വേറൊരു വീഡിയോയിൽ ബോ ഉപയോഗിച്ചിട്ട് ബാക്കിൽ, അതായത് ബ്ലൗസിൻ്റെ ബാക്കിൽ ബോ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ നെക്ക് ഹെം ചെയ്തു. അതിന് ശേഷമാണ് ഓൾറെഡി നെക്കിൽ വർക്ക് ചെയ്തുള്ള നെക്ക് ഹെം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫിനിഷ് ചെയ്തത്. ഈ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ ഷോൾഡർ ചെരിച്ചിട്ടില്ല, കാരണം എനിക്ക് ഷോൾഡർ അധികം സ്ലോപ്പില്ലാത്ത കാരണം ഷോൾഡർ ചെരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നെക്കൊന്ന് പൊന്തി നിൽക്കും. ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റായിട്ടാണ് ഷോൾഡർ ഇട്ടിരിക്കുന്നത്.
നല്ല ഫിനിഷിങ്ങിലാണ് നമുക്ക് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി വേസ്റ്റ്, അതായത് ഫ്രണ്ടിൽ നമ്മൾ ഒരു 1.5 ഇഞ്ചിൽ തന്നെ നമ്മൾ എങ്ങനെയാണോ ഫേസിങ് ചെയ്തത് അതേമാതിരി തന്നെ നമ്മൾ ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്കിൽ 2 സൈഡിലും നമ്മൾ 1.5 ഇഞ്ചിൽ തുണി എടുത്തിട്ട് നമ്മൾ തയ്ക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു സൈഡിൽ തയ്ക്കുക, പിന്നെ കൈ കൊണ്ടൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലരും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫിനിഷിങ് ഇവിടെയൊക്കെ ഹെം ചെയ്യുന്നതാണ്. ഇപ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷിഫോൺ ടൈപ്പ് സാരീസൊക്കെ ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് എടുത്ത് കാണിക്കും. സെയിം നൂലല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എടുത്ത് കാണിക്കും. നമ്മൾ ഹെം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര പ്രോബ്ലം ഉണ്ടാവില്ല, നല്ലൊരു ഭംഗിയിൽ നമുക്ക് ബ്ലൗസ് കിട്ടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സൈഡ് തയ്ച്ച് ഒരു സ്ലീവ് ആം ഹോളിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മുന്നോട്ട് നിർത്തിയിട്ട് സ്ലീവ് മീൻസ് ആം ഹോളിൻ്റെ ആ സൈഡ് നിർത്തണം. കാരണം ഇൻ കേസ് എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ, ചിലപ്പോൾ 1/4 ഇഞ്ചോ ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് അപ്പോൾ സാധിക്കും. എനിക്കിവിടെ ചെറുതായിട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ശരിക്കും സ്ലീവിൻ്റെ ആം ഹോൾ പോർഷനിൽ നമ്മൾ പ്ലസ് പോയിന്റിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആം ഹോളിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഷോൾഡർ നമുക്ക് കറക്റ്റ് എവിടെയാണോ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിരിക്കുക അവിടേക്ക് തന്നെ നമ്മൾ സെൻറ്റർ പോയിന്റ് എത്തിക്കുക. ബാക്കിയുള്ള വരുന്നതൊക്കെ നമുക്ക് കുഞ്ഞ് ഫ്ലീറ്റ് ഇട്ട് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തിരിക്കുന്ന ഫ്ലീറ്റിൻ്റെ അവിടെ തന്നെ ഇടണം. അല്ലാണ്ട് നമ്മൾ പരത്തി ഇടരുത് ഫ്ലീറ്റ്. ലെഗ് ഓഫ് മട്ടൺ സ്ലീവിൽ പരത്തി ഫ്ലീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫിനിഷിങ്ങും ഉണ്ടാവില്ല. നമ്മൾ മേലെ ആ 2.5 ഇഞ്ച് ഹൈറ്റിൽ വരച്ച കർവ് മാത്രമാണ് നമ്മൾ ഫ്ലീറ്റ് ഇട്ട് അവസാനിക്കാൻ പാടുള്ളൂ. നമുക്ക് സ്ലീവ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ലെഗ് ഓഫ് മട്ടൺ അതേപോലെ തന്നെ ഹോൾ ടൈപ്പ് സ്ലീവൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും. നമുക്കിപ്പോൾ ഈവൻ ട്രഡീഷണൽ വെയർ ആയാലും അതേപോലെ തന്നെ ഫംഗ്ഷൻ വെയറിലൊക്കെ നല്ലൊരു ഭംഗി കിട്ടുന്നതാണ്. ആ ഒരു സ്ലീവിൽ നമുക്ക് ഇതേ സെയിം വർക്ക് അപ്ലൈ ചെയ്യാൻ ചെയ്യുന്ന നല്ല ഭംഗി ഉണ്ടാവും. അതേപോലെ തന്നെ നോർമൽ സ്ലീവിൽ ഈ വർക്ക് നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് നെക്കിൽ ഇങ്ങനെ ടെമ്പിൾ ഡിസൈൻ താഴത്തോട്ട് വീഴുന്ന രീതിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും, കൈയിൻ്റെ ലൂസ് എത്രയാണോ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ വർക്കിൻ്റെ വൈഡ് തീരുമാനിക്കുക. കാരണം നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മൊത്തം അഴിച്ച് കളയേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വേസ്റ്റ് ആവും, പിന്നെ അവിടെ ഗമ്മിൻ്റെ പാട് കിടക്കും, അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ കൈയിൻ്റെ ലൂസ് അത് കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം വേണം വിടുത്തിൽ നമ്മൾ വർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സ്ലീവ് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു വർക്കാണിത്. ഭയങ്കര ഇഷ്ടമായി. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താലും തന്നെ ഏത് സാരിക്ക് ഞാൻ ഈവൻ റെഡ് സാരി അതേപോലെ തന്നെ പ്ലെയിൻ സാരി പിന്നെ ഗോൾഡൻ സാരി പിന്നെ കുറേ കളർ സാരിക്കൊപ്പം ഞാൻ ഈ ബ്ലൗസ് ഉപയോഗിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്ലൗസാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വർക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. See you in another video. Bye.